നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ശരിക്കും നമ്മൾ ഇപ്പം സംസാരിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ലിഥിയം ബാറ്ററികളെ പറ്റിയാണ്. അപ്പം ലിഥിയം ബാറ്ററികളുടെ അതായത് ഇപ്പോൾ ഇൻവേർട്ടറിൽ ഒക്കെ ലിഥിയം ബാറ്ററികൾ യൂസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ, അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത ലെഡ് ആസിഡ് ബാറ്ററികളെല്ലാം റീപ്ലേസ് ചെയ്യണോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസും അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള എന്താ പറയുന്നത് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഓൺഗോയിങ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ പെർസ്പെക്റ്റീവ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യണേ. ഇതൊരു വലിയൊരു പൊട്ടൻഷ്യൽ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ബിസിനസ് എന്നുള്ള രീതിയിൽ പൊട്ടൻഷ്യൽ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. പിന്നെ പുതിയൊരു കാര്യമാണ്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ പുതിയ ഏതൊരു ടെക്നോളജിയും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ മലയാളികൾ. ഓക്കെ, ആ ഒരു കാര്യത്തിലും എല്ലാം ഓക്കെയാണ്. മറ്റേ ഇതിനെ റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നവരെന്ന് പറയുമ്പോഴത്തേനും അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഫയർ ഇൻസിഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊരു സേഫ്റ്റി കൺസേൺ ആണ്, ഹൈ പ്രൈസ് ആണ് അതിൻ്റെ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും അല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഓക്കെ, നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വാല്യൂഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, ഏതൊരു ബാറ്ററി ആയിക്കോട്ടെ, അതിനൊരു ലൈഫിൻ്റെ ഒരു സ്പാൻ ഉണ്ടാവും, കറക്റ്റ് അല്ലേ? അപ്പം ഈ ലൈഫ് സ്പാൻ കഴിയുമ്പം ഇത് മാറ്റേണ്ട ഒരു അവസ്ഥ വരുമായിരിക്കും, കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ലിഥിയം ബാറ്ററി എങ്ങനെയാണ് നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ലിഥിയം ബാറ്ററികൾ കമ്പൈൻ ചെയ്തിട്ട്, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ഒരു ബാറ്ററി ഒരു 1.2 അല്ലെങ്കിൽ 3 വോൾട്ടോ സംതിങ് ഒക്കെയുള്ള രീതിയിലുള്ള കണക്ട് ചെയ്തിരിക്കുക. അത് പ്രിസ്മാറ്റിക് സെല്ലും സിലിണ്ടറിക്കൽ സെൽസും ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്ത് പ്രിസ്മാറ്റിക്കും സിലിണ്ടറിക്കലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒക്കെ കാണാത്തവർക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, അപ്പം ഇതിങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഇവർ പറയണം, അതായത് ലിഥിയം ബാറ്ററികൾ സപ്ലൈ ചെയ്യുന്ന അവർ പറയുന്നൊരു കാര്യം, ഇത് എല്ലാ ബാറ്ററികളും ഡാമേജ് ആവില്ല. ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സെല്ല് വീക്കായാലും പിന്നെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കൽ അസാധ്യമായിരിക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ചോളം ഒരു സെല്ല് ഇൻ ബിറ്റ്വീൻ, ഒരു സെല്ല് മേ ബി ഒരു മിഡായിരിക്കും, അല്ലെങ്കിൽ സെൻട്രലിലാവാം, അല്ലെങ്കിൽ എഡ്ജിലാവാം, എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതിങ്ങനെ സീരീസ് പാരൽ കോമ്പിനേഷനിൽ ഒരു BMS ആക്റ്റീവ് ബാലൻസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഇലക്ട്രോണിക്സിൻ്റെ കളികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പം ഇത് പോയി കഴിയുമ്പോഴത്തേനും വളരെ സിമ്പിളായിട്ട് വേറൊരു സെല്ല് വെച്ച് റീപ്ലേസ് ചെയ്യാമെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കലി എല്ലാവരും പറയുന്ന ഒരു കാര്യം. അങ്ങനെയാണോ? അതിന് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ കോംപ്ലിമെൻ്ററി എന്നൊരു കാര്യമുണ്ട്, കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സ്. ഇപ്പോൾ ഇലക്ട്രോണിക്സിൽ അറിയാവുന്നവർക്കറിയാം, നമ്മൾ പാരലിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റർ എന്ന് പറയും. അതായത് ഒരു PN ജംഗ്ഷനും ഒരു NPN ജംഗ്ഷനും, അല്ലെങ്കിൽ ഒരു H ബ്രിഡ്ജ് കോൺസെപ്റ്റിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകളിൽ നമ്മളൊരു സാധനം നമ്മൾ ഇടുകയാണെന്ന് വിചാരിക്കുക. അത് മോസ്ഫെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു 2 മോസ്ഫെറ്റ് നമുക്ക്, അതായത് ഒരെണ്ണത്തിന് ഒരു മോസ്ഫെറ്റ് ഒരു പോസിറ്റീവ് വോൾട്ടേജും ഒരു മോസ്ഫെറ്റ് ഒരു നെഗറ്റീവ് വോൾട്ടേജും കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് തരത്തിലുള്ള, അതായത് മോസ്ഫെറ്റിൻ്റെ ഒരു വാല്യൂ, അല്ലെങ്കിൽ ആ മോസ്ഫെറ്റിൻ്റെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, IRF 540 എന്ന് പറയുന്ന ഒരു മോസ്ഫെറ്റ് എടുക്കുകയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ സിമിലർ IRF 540 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ അത് ഡിസിമിലർ ബാച്ച് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഈ ബാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള ഇത് വന്നു കഴിയുമ്പം അറ്റ് എക്സ്ട്രീം കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് മിസ്ബിഹേവ് ചെയ്യുകയും ഈ സാധനം മോസ്ഫെറ്റ് കത്തിപ്പോവുകയും ചെയ്യും. അപ്പം നോക്കുമ്പോൾ മോസ്ഫെറ്റ് ഒന്നല്ലേ, മാറ്റിയിട്ടുകൊണ്ട് എന്താ കുഴപ്പം? കടയിൽ പോവും, എവിടെയെങ്കിലും പോവും, നമ്മൾ പോയി വേറെ മോസ്ഫെറ്റ് വാങ്ങിയിടും. അപ്പം എന്താണ് ഈ ബാച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം? ഇതിൽ അത് നമ്മൾ ഇൻഡസ്ട്രികളിൽ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബാച്ച് പ്രോസസ്സ് എന്ന് പറയും. ഒരു ബാച്ച് പ്രോസസ്സ്, അതായത് ഒരു സർട്ടൺ ടൈമിൽ, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് മെഡിസിനും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കാര്യം ഇന്ന ബാച്ചിലുള്ള സാധനം റിജക്റ്റ് ചെയ്തു, ക്വാളിറ്റി ആയിട്ട് റിജക്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ബാച്ച്. എന്താണ് ബാച്ച് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഇറങ്ങുന്ന ഒരു സാധനം. അപ്പോൾ ലിഥിയം ബാറ്ററി നിങ്ങൾക്കറിയാം, മാർക്കറ്റിലെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അതിനൊരു സർട്ടൻ ബാച്ചും ഒരു സീരിയൽ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാച്ച് ആകണം കറക്റ്റായിട്ട്. നിങ്ങൾക്ക് ഒരു ബാറ്ററി പാക്ക് ആദ്യം ന്യൂലി വരുമ്പോൾ ഇത് ഒരേ ബാച്ചിൽ തന്നെ ഇറങ്ങുന്ന സാധനങ്ങളായിരിക്കും. നിങ്ങൾക്ക് നോക്കി അറിയുമ്പോൾ അതിനൊരു സിമിലാരിറ്റി ഉണ്ട്. ആ സീരിയൽ നമ്പർ ഓൺ ഗോയിങ് പോകുന്ന ഒരു സിമിലാരിറ്റി, അതിൻ്റെ ബാച്ചിങ് ഒരു സിമിലാരിറ്റി ഉണ്ട്. നിങ്ങൾ മാറ്റിയിടാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ബാച്ച് നമ്പർ നോക്കി, അതായത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നോക്കി ചിലപ്പം എന്താണ് ഇന്ന ബാച്ച് ഇന്ന സീരിയൽ നമ്പർ അത് തന്നെ വേണമെന്ന് പറഞ്ഞ്, അതല്ലാത്തൊരു മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും സാധനം നേരേക്ക് മറിച്ചിട്ട് നിങ്ങൾക്ക് തരും, അത് അടുത്ത ബാറ്ററി ലീക്കാവും. അങ്ങനെ ലീക്കായി പോകുന്നല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ബാക്കി പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സർവേയിലൊന്നും ആ ബാറ്ററിക്കൊന്നും കിട്ടാൻ പോകണില്ല. നിങ്ങൾ എന്നാ വെച്ചെന്ന് പറഞ്ഞാലും കിട്ടാൻ പോകണില്ല. അപ്പോൾ ബാച്ചിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അത് ബാച്ചിങ്ങിലാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൊഡക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക.
ഇത് ഓരോ ടൈം ഫ്രെയിമിലും അല്ലെങ്കിൽ ഓരോ സംഭവത്തിലും മെഷീനറികളിലും അല്ലെങ്കിൽ ഇടുന്ന ഈ ഓരോരോ ഇൻഗ്രീഡിയൻസിന് ഇതിലൊക്കെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും. പ്രത്യേകിച്ച് ലിഥിയം അയൺ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെയധികം ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു കെമിസ്ട്രിയാണ്. അപ്പോൾ ആ സിമിലർ ബാച്ചിങ് അല്ലാത്ത വേറൊരു സാധനം അതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എപ്പോഴും എന്താ പറയുന്നത്, ഒരു മിസ്ബിഹേവ് ചെയ്യാനുള്ള ഇത് കാണിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സിമ്പിളായിട്ടൊരു ഇത് പറഞ്ഞ് ഒരു സെല്ലേ കേടാവുള്ളൂ അത് ഞാൻ മാറ്റിത്തരാമെന്ന് പറയുന്ന ആ വാക്കുകളൊന്നും നിങ്ങളാരും വിശ്വസിക്കാതിരിക്കുക. അങ്ങനെയൊന്നും അല്ല ലിഥിയം ബാറ്ററികളുടെ ടെക്നിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ മോസ്ഫെറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മോസ്ഫെറ്റ് ഞാനിപ്പം ഒരു സംഭവത്തിൽ മാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് നമ്മൾ പോകുമ്പോൾ ഇതിന് മോസ്ഫെറ്റിൻ്റെ നമ്പറല്ല, അതിൻ്റെ താഴെ കുറേ നമ്പറിംഗ് ഉണ്ട്. ആ നമ്പറിംഗ് കൂടെ ചോദിച്ചു, അതാണ് ബാച്ച് നമ്പർ. ആ ബാച്ച് നമ്പറും കൂടെ ചോദിച്ചു, കാരണം ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് ഇതൊരു PWM-IC എന്ന് വരുന്ന രണ്ട് രീതിയിലുള്ള, അതായത് PWM-IC നമുക്ക് രണ്ട് ഔട്ട്പുട്ട് കിട്ടും. ആ രണ്ട് ഔട്ട്പുട്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഇൻ ബിറ്റ്വീൻ സ്വിച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പം അങ്ങനെയാകുമ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രീം കണ്ടീഷനിൽ എപ്പോഴെങ്കിലും വെച്ചിട്ട് ഈ സാധനം അടിച്ചു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. അതുകൊണ്ടാണ് അതിനാണ് കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ ബാച്ചിങ് ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫയർ ഹസാർഡ് നിങ്ങൾ പറയുന്നത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിക്ക് ഫയർ ഹസാർഡ് ഇല്ല. കറക്റ്റാണ്, ലിഥിയം ഫോസ്ഫേറ്റ് ആ ഒരു കെമിസ്ട്രിയിൽ വരുന്നതാണ്. അതൊക്കെ ഓക്കെയാണ്, സംഭവിച്ചു. എന്ന് വരികിലും ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് വരികിലും ഇതിന് മെയിൻ്റനൻസേ ഇല്ല, അല്ലെങ്കിൽ മെയിൻ്റനൻസ് വരുമ്പോൾ വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു എന്താ പറയുന്ന ഒരു അപഗ്രഥിക്കുന്നതിനോട് തീർത്തും വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം അതിനുള്ള ഒരു സർവീസ് ടെക്നീഷ്യനും അല്ലെങ്കിൽ അതിനോളം കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിലും കാര്യങ്ങളിലും ആയിരിക്കണം ഇങ്ങനെയുള്ള ടെക്നോളജി കാര്യങ്ങൾ എത്തേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊല്യൂട്ടഡായി മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലുമാണ്. അല്ലെങ്കിൽ ഏത് ടെക്നോളജി ആണെങ്കിലും അത് പൊല്യൂട്ടഡ് ആവാൻ അധികം ടൈമൊന്നും വേണ്ട. അതിന് നേരം വണ്ണം പഠിച്ച് അത് ചെയ്ത് ഒരാളല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം അധികം നാൾ, കാരണം ഇത് ലിഥിയം ബാറ്ററി ഇൻവെർട്ടറിൽ വന്നപ്പോൾ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ബാറ്ററിയും അതേപോലെ തന്നെ എല്ലാം കുത്തിത്തിരികെ ഒരു ചെറിയൊരു കേസിൽ വെച്ചിട്ട് UPSൻ്റെ പോലത്തെ കേസിൽ വെച്ചിട്ട് ഇൻവെർട്ടർ വെക്കുന്ന കുറേ മിടുക്കന്മാരെ ഞാൻ കണ്ടു. അതായത് പവർ വാൾ എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് ചൈനയാണ്. ആ ചൈനയിൽ ഒരുപാട് ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായി. കാരണം ഓട്ടോമോട്ടീവിൽ നിന്നും, അതായത് നമ്മുടെ വണ്ടികളിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ക്വാളിറ്റി ആയിട്ട് മാറ്റുന്ന, അതായത് ഡിഗ്രേഡ് ചെയ്യുന്ന ബാറ്ററികളെല്ലാം വെച്ചിട്ട് ഇഷ്ടം പോലെ പവർ വാളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഫയർ ഇൻസിഡൻസ് ഒരുപാടുണ്ടായി. അപ്പോഴത്തേന് ചൈനയുടെ ആ ഒരു ഇതിൽ പറഞ്ഞു, പവർ വാൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ബാറ്ററിയും ഇൻവെർട്ടറും ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തുള്ള യൂണിറ്റിന് വെക്കേണ്ട. ഈവൻ ടെസ്ലയോട് പോലും ആണ് പറഞ്ഞത്. ടെസ്ലയാണ് ശരിക്കും പറഞ്ഞാൽ പവർ വാൾ എന്നുള്ള കോൺസെപ്റ്റ് കൂടുതലായിട്ടും ഇറക്കിയിരുന്നത്. ഓക്കെ, പല കമ്പനികളും പവർ വാൾ പിന്നെ എടുക്കാൻ നേരം ഇതായി, ആ ഒരു ഡിസ്കഷൻ ഒന്നും പിന്നെ എങ്ങും എത്തിയില്ല, ഒന്നും ആയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഇവിടെ ഈ കുറേ ആൾക്കാർ ഇങ്ങനെയുള്ള മിക്കവാറും കോയമ്പത്തൂർ അങ്ങനെയുള്ള സൈഡിൽ നിന്നൊക്കെയാണ് ആ ഒരു കൂടുതൽ വീഡിയോകൾ. അത് ഇവിടെ വന്നിട്ടും കുറേ ഇത് ചെയ്തു. അതിന് ടെമ്പറേച്ചറൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മറ്റേ എക്സ്ട്രീം കണ്ടീഷനിലൊക്കെ ടെമ്പറേച്ചർ പോകുന്നു. എന്താ പറയുന്നത്, അതൊന്നും ഒരിക്കലും ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഓക്കെ, ടെക്നോളജി എപ്പോഴും നല്ലതാണ്, പക്ഷേ ബിവെയർ ഏത് ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ സർവൈവൽ, അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നോക്കി കുറച്ചെങ്കിലും അല്പമെങ്കിലും അതിന് ടെക്നിക്കലായിട്ട് അപ്ഗ്രേഡിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏത് ടെക്നോളജി യൂസ് ചെയ്യുക. എക്സിസ്റ്റിംഗ് ആയിട്ട് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയെ മൊത്തം റിജക്റ്റ് ചെയ്താൽ, ഞാൻ ലെഡ് ആസിഡ് ബാറ്ററിയുടെ കാര്യം പറയുന്നത്, മൊത്തം റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ടെക്നോളജി യൂസ് ചെയ്യുന്നതിനെ പറ്റിയും എനിക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇല്ല. താങ്ക് യു.